ഈ കാണുന്നതാണ് മിസ്റ്റർ ബീസ്റ്റ്. പേര് പോലെ തന്നെ ഇയാൾ ആരാന്നറിയോ? യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം 5800 കോടിയാണ്. എത്ര പൈസയാണ്? 5800 കോടി. 300 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ ഇയർലി ഇൻകാണ് ഞാൻ പറഞ്ഞത്. മാസം ഒരു 400 കോടിയുടെ അടുത്ത് വരും. കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു വിലയില്ല എന്നുള്ള വിചാരിക്കും അല്ലേ? എന്തായാലും ഇത് കേൾക്കുമ്പോൾ ശരാശരി മലയാളികൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഒന്ന് കമൻറ്റ് ചെയ്യും, നോക്കട്ടെ എത്രയൊക്കെ അറിയാന്നുള്ളത്. ഇനി അടുത്തത് സാധാരണ പറയുന്ന ഡയലോഗ് ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പൈസയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത കാര്യം, ഈ മിസ്റ്റർ ബീസിന്റെ ഒരു പോസിറ്റീവായ കാര്യം അതായത് ഇവിടെ അയാളുടെ ഒരു റവന്യൂ ഇതൊക്കെ കൊണ്ടുവരാൻ കാരണമുണ്ട്. മൂപ്പര് ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ ലോകത്തെ നമ്പർ 1 യൂട്യൂബർ ആവുന്നതാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ യൂട്യൂബർ ഞാൻ ആവുമെന്ന് അയാൾ ആദ്യത്തെ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ കാര്യം എടുക്കാം. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സായ എന്നെ പോലെയുള്ള ആളുകളുടെ കാര്യം. നിങ്ങളിപ്പോൾ കാണുന്ന ചില ആളുകൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയിരിക്കും. അവരോട് എൻ്റെ ചോദ്യം, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെങ്കിലും, ചിലവർ പഞ്ചായത്തായിരിക്കും, ചിലവർ മുനിസിപ്പാലിറ്റി ആയിരിക്കും, കോർപ്പറേഷൻ ആയിരിക്കും, അപ്പോൾ നിങ്ങളുടെ ആ പരിധിയിലെങ്കിലും നിങ്ങൾ ഫേമസ് ആവുമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട് ആരെങ്കിലും? അപ്പോൾ അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ പറയും, ആരൊക്കെയാണ് നമുക്ക് നോക്കാമല്ലോ. നിങ്ങളുടെ പഞ്ചായത്തിലെങ്കിലും അറിയപ്പെടുന്നുള്ളത്. ഇനി എത്രയാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുക? അതല്ല നമ്മൾ അറിയേണ്ടത്. സെഷൻ ആയ ശേഷം പിറ്റേ ദിവസം മുതൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഡോളർ കയറി വരും എന്നൊക്കെയാണ് ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. പൈസയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോർമലി നോക്കുന്നത് RPM ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ എമൗണ്ട് നോക്കുന്നത്. എത്ര 1000 വ്യൂസിന് എത്ര പൈസ കിട്ടുമെന്നാണ് ഈ RPM ഒക്കെ കണക്കാക്കുന്നത്. 1000 വ്യൂസിന് എത്ര പൈസ. ഇതിൽ ചില കൺട്രീസിൽ RPM കൂടുതലാണ്, ചില കൺട്രീസിൽ RPM കുറവാണ്. ഏറ്റവും കൂടുതൽ RPM കിട്ടുന്നത് 5.90 US പറയുന്നത്. അതായത് അമേരിക്കയിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് 1000 വ്യൂ ആയാൽ നമുക്ക് $5.9 വരെ കിട്ടാം, അല്ലെങ്കിൽ $5 $4 കിട്ടാം. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഏറ്റവും കുറവ് വേറെ എവിടെയല്ല, ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യക്കാരൻ ട്രൗസർ ഇട്ടാൽ വള്ളി ട്രൗസറും അമേരിക്കക്കാരൻ ഇട്ടാൽ ബർമൂഡയും എന്ന് പറഞ്ഞ് പണ്ട് നമ്മൾ പറയുന്ന പോലത്തെ കഥയാണ്. എന്തായാലും അവർ വിചാരിച്ചിട്ടുണ്ടാവും, എന്താ അറിയോ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഇന്ത്യ. അപ്പം നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഈ ഇന്ത്യക്കാർ മൊത്തം ഇത് കണ്ടാൽ ചിലപ്പോൾ യൂട്യൂബ് കൂട്ടിക്കൊണ്ട് വരും. എന്നാൽ ശരിക്കും നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ പോലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു ഇപ്പം യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 80% ആൾക്കാർ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ അവർ കുടുംബക്കാർ പോലും കാണുന്നുണ്ടാവില്ല. അപ്പോഴല്ലേ ഇന്ത്യക്കാർ മൊത്തം. ഇന്ത്യയിലെ മാക്സിമം RPM പറയുന്നത് 1.40 ആണ്. 1.40 വന്നാൽ 1000 വ്യൂസ് വന്നാൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഡോളർ 1.40 ആണ് എന്ന് പറയാമെങ്കിലും എത്രയായിരിക്കും ശരിക്കും കിട്ടുക നിങ്ങൾക്കറിയോ? അതായത് നമ്മുടെ പലരുടെയും ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ RPM വാല്യൂ കിട്ടാനുള്ള അല്ലെങ്കിൽ ഹൈ RPM വരാനുള്ള ഒരു നിശ ആയിരിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹൈ RPM നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ്, അതുപോലെ പൈസയായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്, ബിസിനസ് റിലേറ്റഡ്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുക. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിസിനസ്സുകാർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അവരുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ആഡിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനായിരിക്കും കൂടുതൽ കിട്ടുക. ബാക്കി എൻ്റർടൈൻമെൻറ്റ് സെഷനൊക്കെ എന്താണ്, പൈസ വളരെ കുറവായിരിക്കും. അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഒരു പൈസ എന്ന് പറയുന്നത് $0.20 മുതൽ ഒരു 50 വരെയാണ്. നമുക്ക് ശരാശരി ഒരു 0.30 പിടിക്കാം. അപ്പോൾ 30 ആണെങ്കിൽ, അതായത് 0.30 ആണ്, $1 പോലും ആയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം. 0.30 ആണ്. അപ്പോൾ 1000 വ്യൂസിന് 0.30 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും എമൗണ്ട് ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ഒരു വീഡിയോക്ക് വരേണ്ടത്, നിങ്ങൾക്ക് ഒരു $30 ആവണമെങ്കിൽ 1,00,000 വ്യൂ വരണം. അല്ല ശരിയല്ല കണക്ക്? $30 ആവണമെങ്കിൽ 1,00,000 വ്യൂ വരണം. അതായത് നിങ്ങൾക്ക് ഒരു മാസം $100 ആയിട്ട് നിങ്ങൾക്ക് പൈസ വരുമാനം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 lakhs എബോവ് വേണം വ്യൂസ്. 3 lakhs പറഞ്ഞാൽ $30, $30, അത് $90 ആയി. അത് 3.5 lakhs അടുത്ത് വരണം. ഇതാണ് ശരാശരി കണക്ക് എന്ന് പറയുന്നത്. ഇനി ഈ കണക്കിന് കുറേ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുമ്പോഴേക്കും അയ്യോ എനിക്ക് 3 ലക്ഷം വ്യൂസ് വരുമോ എന്ന് വിചാരിച്ച് അങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. അതിന് കുറേ വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് 3 ലക്ഷം വ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ 3 ലക്ഷം വ്യൂസ് എന്ന് പറയുമ്പോൾ
3.5 ലക്ഷം വ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മാസം എത്ര വീഡിയോ ഇടുന്നുണ്ടെന്ന് നോക്കണം. ഈ ഇടുന്ന വീഡിയോസിന് ഓരോന്നിനോരോന്നായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് വന്നാലും മതി. ഇപ്പോൾ 10 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോക്ക് 30,000 വന്നാൽ മതി. അപ്പോൾ അങ്ങനെ വന്നാലും മതി. 20 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ 15,000 വ്യൂസ് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എമൗണ്ടിലേക്ക് വരും. ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വീഡിയോക്ക് 1 ലക്ഷം വ്യൂ വന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള പഴയ വീഡിയോസിനും കൂടി വ്യൂസ് കയറി വരും. ഇനി രണ്ടാമത്തെ വീഡിയോസിനും 1 ലക്ഷം വന്നു വിചാരിക്കുക. അപ്പോൾ നേരത്തെ വന്ന 1 ലക്ഷത്തിന് 2 ലക്ഷം ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ വീഡിയോക്ക് 1 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 2 വീഡിയോയും ചിലപ്പോൾ 5 ലക്ഷം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണക്കുകളൊക്കെ മാറും. നമുക്ക് ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ കുറച്ച് വീഡിയോസിൽ തന്നെ ഈ പറയുന്ന $100 കഴിഞ്ഞ് അതിൽ കൂടുതൽ പൈസ കിട്ടും. അതാണ് പറയുന്നത്, നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയും മറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വ്യൂസിൽ പിന്നെ അധികം ശ്രദ്ധ കൊടുക്കേണ്ടി വരില്ല. കയറി വന്നോളും. 1 ലാക്ക് അടിച്ച ഒരാളുടെ വ്യൂസ് സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടും എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ സബും കൂടും. നെക്സ്റ്റ് വീഡിയോക്കും സ്വാഭാവികമായിട്ടും കുറച്ച് വ്യൂസ് കയറി വരും. അപ്പോൾ അതായത് വൺസ് നിങ്ങൾ സക്സസ്ഫുള്ളി നല്ലൊരു ക്രിയേറ്ററായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഡോളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ വിഷയമായിരിക്കില്ല. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ പൈസ കയറി വരും. കാരണം പഴയ വീഡിയോസ് ഉണ്ടല്ലോ, പുതിയ വീഡിയോസ് മാത്രമല്ല പഴയ വീഡിയോസും ഉണ്ട്. അതും സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ കയറി വരും. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ RPMൻ്റെ വാല്യൂസ് ഒക്കെ മാറും. കാരണം ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും. പിന്നെ അതിൻ്റെ മറ്റ് ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പൈസയുടെ വരുന്നത് മാറി വരും. ചിലപ്പോൾ 0.40 ആയിരിക്കും ഡോളർ വരിക, ചിലപ്പോൾ 50 ആയിരിക്കും. എനിക്ക് ഒരു വീഡിയോക്ക് വന്നിട്ടുള്ളത് $1.19 ആണ് 1000 വ്യൂസിന്. അപ്പോൾ അതൊരു ഇൻ്റർനാഷണലി വാല്യൂ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് നമ്മൾ ചെയ്തത് പിന്നെ സാൾട്ട് ബേയുടെ വീഡിയോ ആണ്. സാൾട്ട് ബേയുടെ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് അത്രയും വ്യൂസ് വന്നത്. ടോപ്പിക്കിൻ്റെ ബേസ് ആയിട്ട് എന്ത് ചെയ്യും, ഡോളറിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല വീഡിയോസ് ചെയ്യുക, സ്ഥിരമായിട്ട് ചെയ്യുക. നിങ്ങൾ മാസം എത്ര വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ള പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഡോളർ കയറി വരും. അപ്പം യൂട്യൂബിൽ നിന്ന് എത്രത്തോളം സക്സസ് ആവാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കി. കാരണം മിസ്റ്റർ ബീസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 5850 കോടിയാണെന്നാണ് പറയുന്നത് മൂപ്പരുടെ വരുമാനം. മാസം ഒരു 400 കോടിയുടെ അടുത്താണ്. കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോട്ടെ, 400 കോടിയൊന്നും വേണ്ട. ഒരു മാസം ഒരു 15,000 കിട്ടേണ്ട കഥയാണ് നമ്മൾ ഇത്ര സമയം പറഞ്ഞുകൊണ്ടുണ്ടായത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം. റവന്യൂവിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ചാനൽ സബ് ചെയ്യാൻ ആരും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും ചാനൽ ലിങ്കൊക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും